നിങ്ങൾ ഏത് തരത്തിലുള്ള ഗോൾ വെച്ചിട്ട് ജിമ്മിൽ പോകുന്നവരാണെങ്കിലും സ്ക്വാട്ട് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. സ്ക്വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷണലും ഫൗണ്ടേഷനും ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഒരു കിങ് ഓഫ് ഓൾ എക്സസൈസ് എന്നൊക്കെ പറയാം, ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ പറയൂലേ, ആ ഒരു ലെവൽ സാധനമാണ് ഇത്. നിങ്ങൾ ഇനി വെയിറ്റ് ലോസ് ആണെങ്കിലും മസിൽ ബിൽഡിംഗ് ആണെങ്കിലും ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും സ്ക്വാട്ട് മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഹിപ്പിന്റെ നീന്റെ എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും നടക്കുന്നതുകൊണ്ട് തന്നെ ക്വാഡ്രിസെപ്സ്, ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്സ് എന്ന മസിലുകളെല്ലാം ഇതിൽ ആക്റ്റീവ് ആയിരിക്കും. ലോവർ ബോഡി മസിൽസ് മാത്രമല്ല സ്ക്വാട്ട് ചെയ്യുന്നതുകൊണ്ട് ആക്റ്റീവ് ആവുന്നത്. നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബോഡിയിൽ എല്ലാ മസിലും ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം സ്ക്വാട്ട് ചെയ്യുമ്പോൾ കോർ മസിൽസ് ആണ് നമ്മുടെ ട്രങ്കിനെ ഇറക്റ്റ് ആക്കി നിർത്താൻ സഹായിക്കുന്നത്. നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെൻട്രോ ഗ്രാവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ കോർ മസിൽസിന് ഒരു ചലഞ്ചാണ്. ഇതുപോലുള്ള ഫങ്ഷണൽ മൂവ്മെന്റ്സ് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോർ സ്ട്രെങ്ത് ബിൽഡ് ആവുന്നത്. അല്ലാതെ വെയിറ്റഡ് ക്രഞ്ചസ് ചെയ്യുന്നുണ്ടോ ലെഗ് റൈസ് ചെയ്യുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് കോർ സ്ട്രെങ്ത് ബിൽഡ് ആവത്തില്ല. ഇത് അവിടുത്തെ മസിൽസ് മാത്രമേ നിങ്ങൾക്ക് എൻഗേജ് ആവുള്ളൂ. കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഫങ്ഷണൽ മൂവ്മെന്റ്സ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. സ്ക്വാട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ബെനിഫിറ്റ്